ഹലോ, അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ക്ലേ ഉണ്ടാക്കി പരീക്ഷിക്കാമെന്ന് തന്നെ വിചാരിച്ചു. അപ്പോൾ ക്ലേയുടെ കുറേ വീഡിയോസുകളൊക്കെ കണ്ടപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മണ്ണ് കൊണ്ടല്ലേ, വേറെ ചിലവ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. പിന്നെ ഈ ഒരു മണ്ണ് നല്ല തരിതരിയായിട്ടുള്ള മണ്ണായിരുന്നു കേട്ടോ. അപ്പോൾ അത് അധികം നമ്മുടെ ഭിത്തിയിൽ ഒരു ഇതുണ്ട്, അവിടെ നിന്ന് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്ന മണ്ണാണ്. അപ്പോൾ കുഴിച്ചെടുക്കാനൊന്നും നിന്നില്ല. നല്ല ഒരു ചുമല കളർ മണ്ണാണ് കേട്ടോ പോരുന്നത്. ഇത് നമുക്ക് ആ മണ്ണ് ആവശ്യത്തിന് എടുത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ അതിൻ്റെ അഴുക്കും കാര്യങ്ങളും പൊടികളൊക്കെ വരും. വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ അതെല്ലാം മീതെ ഇങ്ങനെ പൊങ്ങി വരും. അതെല്ലാം കളയണം. എന്നിട്ട് ഏതെങ്കിലും ഒരു തോർത്തോ ഞങ്ങൾ എടുത്തിരിക്കുന്ന ഒരു പഴയ കൈലി വെച്ചിട്ടായിരുന്നു ഇത് വെക്കണം. അപ്പോൾ ആ ഒരു ഇതില്ലേ കുറച്ച് നമുക്ക് ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ കാര്യങ്ങളൊന്നും അറിയത്തില്ല. അപ്പോൾ ഈ ഒരു വലിയ കൈലിയായിരുന്നു വെച്ചിരുന്നത്. പഴയ യൂസ് ചെയ്ത കൈലി വേണം വെക്കാനായിട്ട്. എന്നിട്ട് ഇതുപോലെ വെള്ളം അതിനകത്ത് കലക്കിയിട്ട് വേണം വേസ്റ്റൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ അരിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞങ്ങൾ ഇത് കാണിച്ചായിരുന്നു. 2 തവണയായിട്ടും അരിച്ചിട്ടുള്ളായിരുന്നു. പിന്നെ ക്ലേ വെച്ചിട്ടുള്ള ഐറ്റങ്ങളൊക്കെ കുറേ ഉണ്ടാക്കണമെന്നും ആഗ്രഹമുണ്ട്. പ്രകാരമായിരുന്നു രാത്രി തന്നെ ക്ലേ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ ഒരു കയ്യിൽ വെച്ചിട്ട് അതിൻ്റെ അധികം അടുങ്ങിയിരിക്കുന്നതായതുകൊണ്ട് അരിഞ്ഞ് കിട്ടുന്നില്ലായിരുന്നു. എന്ന് വെച്ചാൽ അരിച്ചിട്ട് അധികം വരുന്നില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ തോർത്ത് വെച്ചപ്പോൾ നന്നായിട്ട് അതിൻ്റെ ഇതൊക്കെ പോകുന്നുണ്ടായിരുന്നു. ക്ലേ അടിയിലോട്ട് വീഴുന്നുണ്ട്. ഈ മേളിൽ കിടക്കുന്ന വേസ്റ്റ് നമുക്ക് ആവശ്യമില്ല. അടിഭാഗത്ത് വീഴുന്ന ആ വെള്ളത്തോട് വീഴുന്ന ക്ലേ ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരുപാട് മണ്ണെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ മണ്ണെല്ലാം ഫുള്ളും അരിച്ചെടുക്കണം. എനിക്ക് തോന്നുന്നു കൂടുതലും നമ്മൾ കുഴിച്ചെടുക്കുന്ന മണ്ണായിരിക്കും ഏറ്റവും നല്ലത്. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അങ്ങനെ ഒരു ബോധോദയം ഉണ്ടായത്. അപ്പോൾ അതേ കണ്ടില്ലേ, എല്ലാ മണ്ണും അരിച്ച് കഴിഞ്ഞിട്ട് ഇതുപോലെ ബക്കറ്റിനകത്താക്കി വെച്ചു. പിന്നെ ഞാൻ ഉപയോഗിച്ച തോർത്തി തന്നെ, നേരത്തെ അരിക്കാനായിട്ട് ഉപയോഗിച്ച തോർത്തി തന്നെ ഒന്ന് നനച്ചിട്ട് മൂടി വെച്ചു. പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് ഇത് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതേ കണ്ടില്ലേ, ഇതുപോലെ തെളിനീരായിട്ട് വരും. ക്ലേ അല്ല, ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ പോയിട്ടിരിക്കും. അതിൻ്റെ അടിയിൽ ഫുള്ളും ക്ലേ ആണ്. പിന്നെ ഇത് നമുക്ക് ആ വെള്ളം ചരിച്ചിങ്ങനെ കളയാം. അല്ലെങ്കിൽ എന്തെങ്കിലും തോർത്തോ എന്തെങ്കിലും തുണിയോ വെച്ചിട്ട് നമുക്കത് നന്നായിട്ട് ആ വെള്ളം ഒന്ന് അരിച്ചെടുക്കണം. എന്നാൽ മാത്രമേ ക്ലേ കിട്ടത്തുള്ളൂ. ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നവർക്ക് ചെറിയ മണ്ടത്തരങ്ങളൊക്കെ ഉണ്ടാകും. എനിക്കതുപോലെ കുറേ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ക്ലേ കിട്ടും. എന്നിട്ട് ഞാൻ വലുതായിട്ടൊന്നും അരിക്കാൻ നിന്നില്ല. ഇതേ കണ്ടില്ല, നന്നായിട്ട് മിക്സായിട്ട് വന്നു. ആ ഒരു ക്ലേയിൻ്റെ കളറും കറക്റ്റ് ഒരു ക്ലേയിനെ പോലെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ ഒരു കിഴി കെട്ടിയിട്ടായിരുന്നു ക്ലേ കെട്ടിത്തൂക്കിയിട്ടിരുന്നത്. അങ്ങനെ 2 ക്ലേ കിഴികളുണ്ടായിരുന്നു. അത് ഞങ്ങൾ ഒരു പേരമരത്തിലായിരുന്നു കെട്ടിത്തൂക്കിയിട്ട്. പിന്നെ എന്നിട്ട് അകത്ത് കൊണ്ടുപോയിട്ട് അതുപോലെ ആ കൈലിക്കകത്തും പിന്നെ ഒരു പഴയ നൈറ്റി ആയിരുന്നു, അതും കൂടി വെച്ചിട്ട് ഇതുപോലെ മിക്സാക്കി എടുക്കണം. അത് നന്നായിട്ട് ഇങ്ങനെ അതൊന്ന് തേച്ച് പിടിപ്പിച്ച് ഒന്ന് വെക്കണം. എന്നാലേ അത് നന്നായിട്ട് ഉണങ്ങി കിട്ടത്തുള്ളൂ. പിന്നെ ഉണങ്ങി ആ ഒരു വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ലായിരുന്നു. പിന്നെ ഇത് കഴിഞ്ഞിട്ട് മഴ വരാൻ പോകുന്ന ഇതുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വീട്ടിനകത്താണ് വെച്ച് അധികം വെയിലും കൊണ്ടുകൂടാ. അപ്പം ഇതുപോലെ ക്ലേ ഒക്കെ ഉണ്ടാക്കണമെന്ന് ആവശ്യമുള്ളൊരു യൂട്യൂബിൽ തന്നെ ഒരുപാട് വീഡിയോസുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എനിക്ക് കുറച്ച് മണ്ടത്തരങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാത്രിയായ സമയത്ത് തന്നെ ഇത് ഉണങ്ങുന്നുണ്ടോ എന്നൊക്കെ നോക്കിയായിരുന്നു. അപ്പോൾ പിന്നെ സന്ധ്യയപ്പോൾ മഴയൊക്കെ പെയ്തുകൊണ്ട് തന്നെ അതിൻ്റെ വീഡിയോസൊന്നും എടുത്തില്ല. അപ്പോൾ ഈ ഒരു ക്ലേ ഒരു ഷേപ്പും ഇല്ലാതെയൊക്കെ ഞാൻ ആക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു മഞ്ഞ കവറിനകത്താണ് ഇത് പാക്ക് ചെയ്ത് വെച്ചിട്ട് എയറൊന്നും കയറാതെയും വെള്ളമൊന്നും കയറരുത് കേട്ടോ. അങ്ങനെ ഞാൻ ഒരു ബക്കറ്റിനകത്ത് അടച്ചു വെച്ചു. പിന്നെ ഞാനതൊരു ബോട്ടിൽ, ഇതുപോലെ ഒരു വെള്ള ബോട്ടിൽ ഞാൻ ഇതിനകത്ത് ഇങ്ങനെ ഉണ്ട പോലെയൊക്കെ ഉണ്ടാക്കി എടുത്തൊരു ക്ലേ ഒരു ആർട്ട് ചെയ്യാമെന്ന് വെച്ചു. പക്ഷേ അത് വമ്പിച്ച പരാജയമായിപ്പോയി. എനിക്കത് ശരിയായിട്ടില്ല. അപ്പോൾ ഇതുപോലെ ഒരു ആമ ഉണ്ടാക്കിയെടുത്തു. ഞാൻ ചെയ്യുന്നതെല്ലാം ഇതുപോലെ ഇങ്ങനെ പൊട്ടി പോകുന്നതായിരുന്നു. ഇനി ഞാൻ ഉണ്ടാക്കിയ മണ്ണിൻ്റെ പ്രശ്നമാണോ എന്നറിഞ്ഞൂടെ. ഇനി അടുത്ത തവണ ഞാൻ തോറ്റു പോകത്തില്ല. അടുത്ത തവണ വീണ്ടും കുഴിച്ചിട്ട് വേണം ഒരു ക്ലേ എടുക്കാനായിട്ട്. അപ്പോൾ അടുത്ത വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. ഇത് കണ്ടില്ല, ഇത് കുറേ ഉണ്ട് ക്ലേ. പിന്നെ ഇത് ഞാൻ എടുത്ത് കളയാനാണ് വെച്ചേക്കുന്നത്. പിന്നെ ഇതിൻ്റെ ആവശ്യമില്ല. ഇതുപോലത്തേക്ക് വീഡിയോസുകൾ കാണുവാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പിന്നെ ഈ ചാനലിലെ ഷോർട്ട് വീഡിയോസൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക. അപ്പോൾ ബൈ.